പേടി പോലെ. ഇതുവരെ എവിടെ പോയിരുന്നു അമ്മ ചോദിച്ചാൽ എന്റെ കൂടെയായിരുന്നു എന്ന് പറയണം. അയ്യോ, എന്നാലും ഒരിക്കലും ഇത് അറിയണമല്ലോ. ഏതായാലും ഇപ്പൊ വേണ്ട. എന്റെ ഒരു കൂട്ടുകാരെ കാണാൻ പോയിരുന്നു പറയാം. ശരി, എങ്ങനെ നാളെ കാണാം. നീ ഇതുവരെ എവിടെ പോയിരുന്നു? ഞാൻ ഇനി മോളെയും കൂടി പറയണ്ട. മോളെ വിട്ടിട്ട് ബാലേന്ദ്രൻ മടങ്ങുന്നത് അമ്മ കണ്ടു. വരെ പഠിച്ച മോക്ക് മനസ്സിലാക്കത്തക്ക വിധം അമ്മ ചില സൂചനകളൊക്കെ തന്നിരുന്നു. മോളത് ശ്രദ്ധിച്ചില്ല. ബാലേന്ദ്രൻ ചീത്തയാണെന്ന് അമ്മ പറഞ്ഞില്ല. നല്ലതൊക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കും മോളെ. ഒരിക്കലും കിട്ടാത്ത വേണ്ടി ആഗ്രഹിച്ചാൽ ഒടുക്കം കിട്ടുന്നത് ദുഃഖമായിരിക്കും. എന്നെ കുറിച്ച് ഓർമ്മിക്കണമെന്നില്ല. മോളുടെ അച്ഛൻ തിരുമേനെ കുറിച്ച് ഒന്നും ആലോചിച്ചാൽ തരക്കടി. നഷ്ടപ്പെടുത്താൻ കഴിയുന്നതൊക്കെ നഷ്ടപ്പെടുത്തി. ഇനിയുള്ളത് നഷ്ടപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയൂ. നമ്മളുടെ അഭിമാനം അതും കൂടി നഷ്ടപ്പെട്ടാൽ അച്ഛനും അമ്മയും കോലവും പിന്നെ കാണില്ല. ഇനി മോളുടെ ഇഷ്ടം. എന്റെ ബലമായ സംശയം. നിക്ക് നീ സംശയിച്ചാ മതി, ബലം പിടിക്കണ്ട. അവൾ ഇന്നും കാറ് കൊണ്ടുപോകാതിരുന്നതിന്റെ ഉദ്ദേശം? ചേട്ടാ, അത് എന്നോടാണോ ചോദിക്കുന്നത്? അവളോട് ചോദിക്കണം. അത് അവളിങ്ങോട്ട് വന്നിട്ട് വേണ്ട ചോദിക്കാൻ. എങ്കിൽ അവിടെ അടങ്ങി നിൽക്ക. നേരല്ല, ഈ പെണ്ണിനെ കാണാത്തോണ്ട് ഞാനിവിടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോ അവളൊരു ചോദ്യോത്തര പങ്ക്തി കൊണ്ട് വന്നിരിക്കുന്നു. മിണ്ടല്ലേ. എന്ത് പറ്റി? ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം. ഞാൻ മുണ്ടി ആ മോട്ടോർ സൈക്കിൾ അങ്ങ് തിരിച്ചു പോകും. രാജേന്ദ്രനായിരുന്നോ? ഇവിടെ എവിടെ നിന്ന് കിട്ടി? നീ എവിടെയായിരുന്നു? ചോദ്യം ഒരാളോട് ചോദിച്ചിരിക്കല്ലേ ഭാഗീരഥി, പറയട്ടെ. പിന്നെ കോളേജില് ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ലേറ്റായി. എനിക്ക് പിന്നെ ഉഷയെ കൊണ്ട് വിട്ടിട്ട് പോകാന്ന് കരുതി. സന്തോഷം, നന്ദി പറയൂ ഉഷ. അതെന്തിനാ? രാജേന്ദ്രൻ അന്യനാണോ? നമ്മുടെ കൊച്ചിനില്ലയോ? നന്ദി പറയുന്നുണ്ടോ? എന്നാ ഇനി അകത്തോട്ട് കയറി ഇരുന്നാ കാപ്പി കുടിയോ? വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. എന്നാ അങ്ങനെ ആവട്ടെ. എന്തായിരുന്നു മോളെ കോളേജ് പരിപാടി? അത് മോണോയാക്ട് ആയിരുന്നോ അതോ മിമിക്രിയാ? ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പെൺപിള്ളേരോട് ചോദിക്കരുത് കേട്ടോ. ഈ പ്രായത്തിൽ പെൺകൊച്ചുകളെ അടക്കി ഒതുക്കി വളർത്തണം. തിരുമേനിയെ കാണുന്നില്ലല്ലോ. കാർ നേരത്തെ അയച്ചതാ, ഉടനെ വരാതിരിക്കില്ല. ഏതായാലും ഈ തീരുമാനം ഗംഭീരമായി. വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് തിരുമേനിയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് മിസ്റ്റർ മേനോന്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ പണത്തേക്കാൾ വില കൽപ്പിക്കുന്ന പലതുമില്ലേ ഭൂമിയിൽ? കറക്റ്റ്. അച്ഛാ, കാറ് വരുന്നുണ്ട്. വേണം. നമസ്കാരം. തിരുമേനി. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഇങ്ങോട്ടിരുന്നാട്ടെ. ഇന്ദുമോളെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നു. അസൗകര്യം ആവില്ലല്ലോ? അസൗകര്യമോ? അനുഗ്രഹം എന്ന് പറയൂ തിരുമേനി. അപ്പോ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് എന്തൊക്കെയാണാവോ? അങ്ങനെ വിശേഷിച്ച് ചടങ്ങൊന്നുമില്ല. തിരുമേനി വിളക്കിൽ തിരി ഒന്ന് കൊടുത്തണം, അത്ര തന്നെ. എങ്കിൽ അവിടെ ഒരു ചെറിയ ഭേദഗതി. എന്റെ സമയം നന്നല്ല, കണ്ടകശനിയാണ്. അതുകൊണ്ട് എന്റെ മോൾ ഇന്ദു വിളക്കിലെ തിരി കൊടുക്കട്ടെ. സമ്മതമാണോ? ആയിക്കോട്ടെ തിരുമേനി, വളരെ സന്തോഷം. ഇന്ദു ആയിക്കോളൂ.
വേദന കുറഞ്ഞു? സാറ് തൊട്ടപ്പോഴേ കുറഞ്ഞു. അവിടെ അവളുമാരിപ്പോ ഭയങ്കര വിമർശനമായിരിക്കും. എല്ലാവർക്കും വലിയ അസൂയ. ആരെന്ത് പറഞ്ഞാലും എന്റെ രാധയെ ഞാൻ ഏഷ്യാഡിന് കൊണ്ടുപോകും. സ്വർണ്ണ മെഡൽ വാങ്ങിച്ച് തരികയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ സംതൃപ്തിയോടെ മരിക്കും. അയ്യോ, അത് വേണ്ട. എങ്കിൽ പിന്നെ കല്യാണം കഴിച്ചുകളെ അല്ലേ? അത് മതി. കല്യാണക്കാര്യം പറഞ്ഞപ്പോ നാണം ഓടിക്കറി എന്ന് കണ്ടോ? വിയർത്തല്ലോ. മിസ്റ്റർ മേനെ, നാട്ടകത്ത് നമ്മൾ തോമസിന്റെ എസ്റ്റേറ്റ് വിൽക്കാൻ പോകുന്നു കേട്ടു. ഒന്ന് പോയി നോക്കിക്കൂടെ? ഞാനും അറിഞ്ഞു. വില എങ്ങനെയാണാവോ? ആദ്യം പോയി തോട്ടം ഒന്ന് കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് വിലയുടെ കാര്യം തിരക്കാം. ശരി, നാളെ തന്നെ നോക്കിക്കളയാം. സാരമില്ല, ഒരു കല്ല് തട്ടി. കൊണ്ടുപോകാൻ എന്താ ഇത്? എന്താണെന്ന് അറിയാമോടി? മകളെ വളർത്തി വിട്ടിരിക്കുന്നു. ഇനി മേലാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. ഓടിയകത്ത് പോകാൻ. എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ? അവൾ പഠിക്കാൻ പോയിരിക്കുന്നു റബ്ബർ തോട്ടത്തിൽ. ആങ്ങളമാർ രണ്ടുപേരും അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. കൊച്ചുവെങ്ങളെ